ശ്രീരാമശരണം സമസ്തജഗതാം രാമം വിനാ കാഗതി രാമേണ പ്രതിഹന്യതേ കലിമലം രാമായ കാര്യം നമ രാമാത്രസ്ഥിതികാലഭീമഭുജഗോ രാമസ്യ സർവം വശേ രാമേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ രാമത്വമേവാശ്രയാ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇന്നലെ അഹല്യ ഗൗതമൻ അവർ താമസിച്ചിരുന്ന സ്ഥലത്തു കൂടെ പോയപ്പോൾ അതിനെക്കുറിച്ച് വിശ്വാമിത്രൻ പറഞ്ഞു കൊടുത്തു. ശാപമോക്ഷത്തിന് കാത്തു കിടക്കുന്നതായിരിക്കുന്ന അഹല്യയെ രാമ അവിടുത്തെ പാദസ്പർശം കൊണ്ട് രക്ഷിച്ചാലും എന്ന് പറഞ്ഞതനുസരിച്ചിട്ട് അത് ചെയ്തു. ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാണുക. ഇവിടെ ശിലാരൂപമായിട്ട് കാണുന്നത് കണ്ടില്ലേ രാമ എന്ന് വിശ്വാമിത്രൻ ചോദിച്ചു. ആ കാലുകൊണ്ട് സ്പർശിച്ചതോട് കൂടിയിട്ട് അഹല്യയ്ക്ക് പൂർവ്വമായിട്ടുള്ള സ്ഥിതി വരികയും ചെയ്തു. മനോഹരമായിട്ട് സദ്യോജാത ആനന്ദാതിമഗ്നയായി സ്തുതി ചെയ്താൾ. സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ തുതിക്കാൻ കിട്ടുന്ന ഏത് സമയവും അറിവുള്ളവർ പാഴാക്കില്ല. അതാണ് ഇവിടെ സ്തുതിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സ്തുതി. ജ്ഞാനഹോ കൃതാർത്ഥയായ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം. ഈ ശാപം ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് ചിലപ്പോൾ തോന്നുകയാണ് എന്ന് പറയുകയാണ് അഹല്യ. അതുകൊണ്ടല്ലെങ്കിൽ ഇപ്പോൾ അങ്ങേ കാണാൻ പറ്റുമോ? അവിടുത്തെ ഈ പാദസ്പർശം കിട്ടുമോ? ഇപ്പോൾ ഭർത്താവ് ശപിച്ചതിൽ ഭർത്താവിനെ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ വേറെ ഭാഗത്തിൽ കാണില്ല. ആ ശാപപ്പനിക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കി തന്നു അങ്ങേ കാണാൻ. സുഖമായിട്ട് ഗൗതമൻ്റെ കൂടെ കഴിഞ്ഞു വെച്ചപ്പോൾ അതല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങേ കാണാനുള്ള അതന്നെയല്ലേ ലോകത്തിലെ ഏറ്റവും വലുത്. അഹോ കൃതാർത്ഥാസ്മി ജഗന്നിവാസതേ പാദാബ്ജ സംലഗ്നരജക്കണാദകം പ്രശാമിയെ പങ്കജശങ്കരാദിബിർ വിമൃഗ്യതേരന്ധിതമാനസൈ സദാ. സംസ്കൃതത്തിലുള്ള ആ ഒരു ശ്ലോകത്തിൻ്റെ ഭംഗി. പ്രശാമിയ പങ്കജശങ്കരാദിബിർ, പങ്കജൻ ബ്രഹ്മാവ് ശിവൻ മുതലായിട്ടുള്ളവരും കൂടി പത്മജരുദ്രാദികളാലപേക്ഷിതം, ബ്രഹ്മാവ് രുദ്രൻ മുതലായിട്ടുള്ളവരും കൂടി ഏതൊരു പാദപത്മത്തെയാണോ ആശ്രയിക്കുന്നത് സർവേശ്വര, ആ പാദസ്പർശം കൊണ്ടും അവിടുത്തെ ദർശനം കൊണ്ടും ഞാൻ കൃതാർത്ഥയായി. ഞാനഹോ കൃതാർത്ഥയായി ജഗന്നാഥ. അഹോ കൃതാർത്ഥാസ്മി, അല്ലയോ ജഗന്നിവാസ ഞാനിതാ കൃതാർത്ഥയായിരിക്കുന്നു എന്ന് പറയണം. അഹോ വിചിത്രം തവരമചേഷ്ടിതം മനുഷ്യഭാവേന വിമോഹിതം ജഗ ചലസ്ത്യജസ്രം ചരണാതിവർജിത സമ്പൂർണ്ണ ആനന്ദമയോതിമായിക. സംസ്കൃതവും മലയാളം കൂടി ആയാൽ ഏതേതാ മീതേന്ന് നമുക്ക് തോന്നും. ഓരോന്ന് കോക്കുമ്പോൾ അതുതന്നെയാണ് സുഖം എന്ന് തോന്നും അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങയുടെ ആ ഒരു സംഗതി വളരെയധികം അത്ഭുതം തന്നെ. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗത്പദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം. മനുഷ്യനെ പോലെയൊക്കെ കാട്ടിക്കൂട്ടുണ്ട്. കളിക്കുക, സന്തോഷിക്കുക, കുട്ടിയാവുക, വലുതാവുക, അമ്മേ അച്ഛ എന്നൊക്കെ വിളിക്കുക, അങ്ങനെ സാധാരണ കളികൾ. അത് വല്ലാത്തൊരതിശയം. ഈ പ്രപഞ്ചത്തെ മുഴുവനും രട്ടിച്ച് യാതൊരു സുഖദുഃഖാദികളും ഇല്ലാതെ അതിനതീതമായിട്ട് നിൽക്കുന്ന അങ്ങ് എങ്ങനെയാണ് പ്രകാരം നടക്കുക, ഇരിക്കുക, അതൊക്കെ ചെയ്യുന്നത്? ചരണാതിവർജിതനാണ്. കാലന്നില്ല. അങ്ങേക്ക് കാലുണ്ടോ? ഭഗവാന് കാലുമില്ല, കയ്യുമില്ല, ശരീരം തന്നെ ഇല്ല. അങ്ങനത്തെവർക്കുണ്ടോ? കൈയും കാലും ഉണ്ടോ? ശരീരം ഉണ്ടാവേണ്ടേ ആദ്യം. അപ്പം ഇതൊന്നും ഇല്ലാത്ത മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം ആനന്ദമയൻ ആയോർ അതിമായികൻ പൂർണ്ണൻ. ഏറ്റവും വലിയ മായ. അതിലെങ്ങനെ നിന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്താൽ മായയിൽ മുങ്ങിയിട്ടുള്ളതായിട്ടുള്ള ഈ അവസ്ഥ ആലോചിച്ചു കഴിഞ്ഞാൽ വളരെ അത്ഭുതമാണ് എന്ന് പറയണം. യത്പാദ പങ്കജ പരാഗ പവിത്രഗാത്ര ഭാഗീരഥി ഭവവിരിഞ്ചി മുഖാൻ പുനാതി. ഏതൊരു ഭഗവാന്റെ പാദത്തിൽ നിന്ന് പുറപ്പെടുന്ന ഭാഗീരഥിയായ ഗംഗ, ഭവൻ എന്ന് പറഞ്ഞാൽ ശിവൻ, വിരിഞ്ചി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ശിവൻ മുതലായിട്ടുള്ളതിനെ അവരെയൊക്കെ ശുദ്ധീകരിക്കുന്നു.
എപ്പോഴും ശിവൻ വഹിക്കുന്നത് ഭഗവാന്റെ പാദത്തിൽ നിന്ന് പുറപ്പെടുന്ന ഗംഗയാണ് എന്നാണ്. ഇപ്പം പരമേശ്വരനൊക്കെ ഒരു പാദതീർത്ഥം ശിരസിൽ വഹിക്കണമെങ്കിൽ ആ പാദത്തിന് എത്ര മഹാത്മ്യം ഉണ്ടാവണം എന്നാണ്. സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാവരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ. വാസ്തവത്തിൽ അവരെ മുഴുവനും ശുദ്ധീകരിക്കുന്ന ആ പാദം ഇപ്പോൾ എനിക്കും അനുഗ്രഹത്തിനായിട്ട് കിട്ടിയത് അത്ഭുതം. ആലോചിച്ചാൽ അവരെ അത്ര യോഗ്യത എനിക്കുണ്ടോ? പക്ഷെ ആ ഒരു അവസ്ഥയിലേക്കല്ലേ സത്യത്തിൽ ഞാനും എത്തിയത്. ഏതൊരു പാദപത്മം കൊണ്ട് അവർക്ക് ശുദ്ധി ലഭിച്ചുവോ ആ പാദപത്മം കൊണ്ട് ഞാനും ശുദ്ധയാക്കപ്പെട്ടിരിക്കുന്നു. സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദ സ്പർശമിപ്പോൾ, പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്ത് വർണ്ണിപ്പത് വൈകുണ്ഠ തൽകുണ്ഠാത്മനം ദുർലഭമൂർത്തേ വിഷ്ണു. അപ്പോൾ അവർക്കൊക്കെ ലഭിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ, വിളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ, ശ്രേഷ്ഠാവസ്ഥ എനിക്കും ലഭിച്ചത് വല്ലാത്തൊരു അതിശയം. അതാണ് ഇവിടെ പറഞ്ഞത്, കിം പർണ്യതേ മമ പുരാകൃതഭാഗധേയം. പഴയ കാലത്ത് ഞാൻ ചെയ്ത ഭാഗ്യം ഇത്ര എന്ന് അറിയാൻ കഴിയുന്നില്ല എന്നിപ്പം എനിക്ക് തോന്നുകയാണ്. അപ്പം ഞാൻ കുറച്ച് വിഷമിച്ചിരുന്നു ശാപം കിട്ടിയപ്പോൾ. പക്ഷേ ഇപ്പം അതൊക്കെ മാറി. കാരണം വലിയൊരു നേട്ടമല്ലേ എനിക്ക് കിട്ടിയത്. മർത്യാവതാരേ മനുജാകൃതിഹരിം രാമാഭിധേയം രമണീയദേഹിനം ധനുർധരം പത്മവിശാലലോചനം ഭജാമി നിത്യം ന പരാൻ ഭജിഷ്യേ. വില്ല്, അമ്പ് മുതലായിട്ടതൊക്കെ കയ്യിൽ ധരിച്ച് മനുഷ്യാകൃതി രൂപീകരിച്ചിട്ട് മനോഹരമായിട്ടുള്ള ഈ രൂപം, ധനുർധരം പത്മവിലാസലോചനം, പത്മവിശാലലോചനം, താമരപ്പൂവിൻ്റെ പോലെയുള്ള നല്ല കണ്ണ്, അങ്ങനെയുള്ള ഈ ഭഗവാനെ അല്ലാതെ വേറെ ആരെയും ഞാനിനി ഭജിക്കില്ല എന്നെനിക്ക് ഉറപ്പായി. ഇതല്ലേ വേണ്ടു, പിന്നെ എന്തിനാ കുറേക്ക. അതാണ് നിത്യമവ്യയം ഭജിച്ചിടുന്നേൻ, ഇനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. തർജ്ജമ എന്ന് പറഞ്ഞാൽ തർജ്ജമ ഒരു 1.5 തർജ്ജമ. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ അങ്ങോട്ട് പറഞ്ഞിരിക്കണം, ഒരു മാറ്റവും ഇല്ല. കണ്ടോ? അപ്പോൾ അതാണ് മറ്റാരെയും ഭജിച്ചിടുന്നില്ല, ഭജാമി നിത്യന്ന പരാൻ ഭജിഷ്യേ, വേറെ ആരെയും ഞാൻ ഭജിക്കുന്നില്ല. യത്പാദ പങ്കജരജശ്രുതി വിമൃഗ്യം എന്നാപി പങ്കജഭവ കമലാസനശ്ചാം എന്നാമസാരരസികോ ഭഗവാൻ പുരാരി തം രാമചന്ദ്രമനിശം കൃതിഭാവയാമി. ഏതൊരു ഭഗവാന്റെ പാദപത്മങ്ങളാണോ വേദങ്ങൾ തേടുന്നത്? വേദങ്ങൾ പറയണതൊക്കെ എന്താണ്? ഭഗവത് പാദത്തിൻ്റെ മഹാത്മ്യം അല്ലേ? ശ്രുതിബിർ വിമൃക്യം, ശ്രുതി വേദങ്ങളാണല്ലോ. ശ്രുതിബിർ വിമൃക്യം എന്നാപി പങ്കജപകമലാസനശ്ച. ഏതൊരു ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് താമര ഉണ്ടായത്? എന്നാമസാരരസികോ ഭഗവാൻ പുരാരി. ഏതൊരു ഭഗവാന്റെ നാമമാണ് സദാ പരമേശ്വരൻ ജപിച്ചുകൊണ്ടിരിക്കുന്നത്? രാമ 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 എന്ന നാമം പരമേശ്വരൻ സദാ ജപിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. അതാണ് ഈ കാശിയിൽ പോയാൽ എല്ലാവർക്കും മോക്ഷം കിട്ടാനുള്ള കാരണം ഈ താരക ബ്രഹ്മമായിട്ടുള്ള രാമമന്ത്രം പരമേശ്വരൻ സദാ ജപിക്കണമെന്നാണ്. പരമേശ്വരൻ ജപിച്ചാൽ കാശി മൊത്തം ജപിച്ച പോലാണ്. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഒരാളല്ലല്ലോ. അപ്പോൾ അവിടെ മൊത്തം രാമനാമം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ രാമനാമം എവിടെ കേട്ട് മരിച്ചാലും ആർക്കും മുക്തിയാണ്. ഇതിൽ വേറൊരു സംശയത്തിന് അവകാശമില്ല. അതുകൊണ്ടാണ് താരകമന്ത്രം എന്നൊരു പേര് ഈ രാമമന്ത്രത്തിനുണ്ട്. താരകമന്ത്രം, മരണശേഷമുള്ള ശ്രേയസ്സിനെ കാണിക്കുന്ന വാക്കാണ് ഈ താരകം. താരക ബ്രഹ്മയോഗം, ഗീതയിൽ അങ്ങനെ ഒരു അധ്യായമുണ്ട്. ഒക്കെ മരണത്തിന് ശേഷമുള്ള അവസ്ഥയെ പറയുക. 2 ഗതികളും പറയണ്ട, നാരായണീയത്തിൽ പറഞ്ഞ പോലെ. മോക്ഷം കിട്ടുന്ന അവസ്ഥ, മോക്ഷം കിട്ടാത്തവരുടെ അവസ്ഥ, അതാണ് താരകം. അപ്പോൾ ആ താരകമന്ത്രം എന്നാമ രാസരസികോ ഭഗവാൻ പുരാരി, സദാ പരമേശ്വരൻ ജപിച്ചുകൊണ്ടിരിക്കുന്ന രാമം, ആ രാമചന്ദ്രനെ ഞാൻ ഹൃദയത്തിൽ ഭാവിക്കുന്നു. തം രാമചന്ദ്രമനിശം ഹൃദിഭാവയാമി. തർജ്ജമ നോക്കൂ. യാതൊരു പാദാംബുജം ആരായുന്നിതു വേദം, യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും, യാതൊരു നാമം ജപിക്കുന്നിതു ഒറ്റൊന്നും വിട്ടിട്ടില്ല, ജപിക്കുന്നിത് മഹാദേവൻ. ചേതസാ തത്സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. ആ ഭഗവാനെ ഞാൻ എന്നും അല്ലേശ്വര
ഇന്ന് മാത്രമല്ല, ഇപ്പം കണ്ടു മറിഞ്ഞത് കൂടിയിട്ട് നിർത്താൻ ഭാവമില്ല. സദാ ഞാൻ വണങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കണം. യസ്യാവതാരചരിതാരി വിരിഞ്ചി ലോകേ കായന്തി നാരദ മുഖാഭവ പത്മജാത്യ ആനന്ദദാഷ്ട്രിപരിഷിക്തകുജാഗ്രസീമാ വാഗീശ്വരീ ച തമഹം ശരണം പ്രബദ്ധ്യേ. ഭംഗിയുള്ള സ്തുതിയൊന്നും ആത്മീയരാമായണത്തിൽ കാണാനില്ല. ഒറ്റ സ്തുതി പോലെതാണോ ആത്മീയരാമായണം വായിക്കുമ്പോൾ നമുക്കങ്ങോട്ട് ഒരു തൃപ്തി തോന്നില്ല. ഈ സ്തുതിയല്ലേ അതിൻ്റെ രത്നങ്ങൾ. ആലോചിച്ച് നമുക്ക് എത്ര സുഖമായിട്ടുള്ള സ്തുതിയാണ്. ഏതൊരു ഭഗവാന്റെ ചരിതങ്ങളാണ്. ബ്രഹ്മലോകത്തിൽ പോലും വാഴ്ത്തപ്പെടുന്ന ബ്രഹ്മാവും വാഴ്ത്തുന്നു എന്നാണ്. അവതാര ചരിതാനി വിരിഞ്ചി ലോകെ, ബ്രഹ്മലോകത്തിൽ വാഴ്ത്തുന്നു. ഗായന്തി നാരദ മുഖാഭവപത്മജാത്യ, ശിവൻ നാരദൻ അല്ലേ മുതലായിട്ടുള്ളവരൊക്കെ വാഴ്ത്തുന്നു. പത്മജാദ്യ അനന്തജാഷ്ട്രിപരിഷിക്ത കുജാഗ്രസീമാ, അനന്തമായിട്ടുള്ള ആ ഒരു അശ്രുപരിഷിക്തം, ആനന്ദാശ്രുവിനെ കൊണ്ട് കുജാഗ്രസീമ, സരസ്വതിയും ആനന്ദിക്കണു എന്നാണ്. സരസ്വതിയുടെ ആ കുജത്തിൽ കൂടെ ഒഴുകുന്നു കണ്ണീര്. ഈ ഒരു ഭഗവാൻ മഹാത്മ്യം വാഴ്ത്തിക്കൊണ്ട്, ഏതൊരാളുടെ മഹാത്മ്യം വാഴ്ത്തിക്കൊണ്ടാണോ കണ്ണീരായിട്ട് ഒഴുകുന്നത്? വാഗീശ്വരി സരസ്വതി. അല്ല, സരസ്വതിയുടെ കുജത്തിൽ കൂടിയും ആനന്ദക്കണ്ണീര് ഒഴുകുന്നുണ്ട്. എന്താ കാരണം? ബ്രഹ്മാവ് കണ്ണീര് ഒഴുക്കിയാതെ അവിടേക്കകത്ത സരസ്വതിയുടെ അടുത്ത് ഭാവൻ്റെ പത്നിയാണല്ലോ. അപ്പം അങ്ങനെ ആ ഏതൊരു കണ്ണീര് കൊണ്ടാണ് സരസ്വതിയുടെ ആ ഒരു മാറിടം കൂടി നനയ്ക്കപ്പെടുന്നത്. അങ്ങനെയുള്ള രാമചന്ദ്രനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ആനന്ദജാഷ്ട്രി പരിഷിക്ത കുജാഗ്രസീമ വാഗീശ്വരീ ചതമകം ശരണം പ്രബദ്ധ്യേ. ഭാരതീരമണനും ഭാരതീ ദേവിദാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്നഹം കീർത്തിക്കുന്നു. കൽമഷകരം രാമചരിതം രസായനം. രാമചരിതത്തിൻ്റെയൊക്കെ ആ ഒരു ഭംഗി അതാണെന്നാണ്. ഈ ത്യാഗരാജ ദീക്ഷിതരൊക്കെ രാമമാഹാത്മ്യം എത്ര കീർത്തനങ്ങളിൽ കൂടിയിട്ടും, പഞ്ചരത്ന കീർത്തനങ്ങളിൽ കൂടിയിട്ടും. അപ്പോൾ അന്ന് രാജാവായിരുന്ന മൈസൂർ രാജാവ് ഇദ്ദേഹത്തിനോട് കൊട്ടാരത്തിലത്തെ ആസ്ഥാന ഗായകനാവാൻ പറഞ്ഞു എന്നാണ്. അവിടെ വന്നോളൂ, സുഖമായിട്ട് അവിടെ കൂടാം. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ആലിൻ്റെ ചുവട്ടിലിരുന്നിട്ട് രാമചരിതം പാടണ സുഖം അങ്ങയുടെ കൊട്ടാരത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. കൊട്ടാരത്തിലത്തെ സുഖത്തിനെ പുല്ലുപോലെ ത്യജിച്ചു എന്നാണ്. ആലിൻ്റെ ചുവട്ടിലിരുന്നിട്ട് തമ്പുരു കൊടുത്ത് രാമചരിതം പാടുന്ന സുഖമുണ്ടല്ലോ, ആസ്ഥാന ഗായകന് കിട്ടുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. അത് രാജാവ് അടിയറ പറഞ്ഞു എന്നാണ്. ഒന്നും വേണ്ട അദ്ദേഹത്തിന്. രാമചരിതം പാടുന്നതായിട്ടുള്ള സുഖം അത് ഒഴിഞ്ഞിരുന്നിട്ടാണ് നല്ലത്. അവിടെ സൈന്യങ്ങളുണ്ടാവും, ബഹളങ്ങളുണ്ടാവും, പരിചാരകരുണ്ടാവും, എന്തൊക്കെ ഒരു ശബ്ദം ഉണ്ടാവും. അതൊന്നും അല്ലല്ലോ ഭക്തിക്ക് നല്ലത്. ഈ കാലിൻ്റെ മർമ്മര ശബ്ദവും കുളിർക്കാറ്റും ഏറ്റിട്ട് യാതൊരു കുഴപ്പമില്ല. എന്തിന് ധനം, എന്തിന് രത്നം, ഇതൊക്കെ ഉണ്ടായിട്ട് നാളെ ഇല്ലാണ്ട് എവിടുന്നാണ്? അപ്പം അതാണ് രാമചരിതം രസായനം. രാമചരിതം രസായനമായി അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞത്. എത്ര ആളുകൾ അതിലങ്ങനെ ലയിച്ച് സർവം മറന്നിട്ടുണ്ട്. എത്ര കീർത്തനങ്ങളാണ് രാമനെക്കുറിച്ച്. ത്യാഗരാജകീർത്തി രാമഭക്തനായിരുന്നതാണ്. ഒന്നിലും ആസക്തിയില്ല. രാമചരിതം പാടല്ലാടെ അദ്ദേഹത്തിന് ധനം വേണ്ട, പ്രശസ്തി വേണ്ട, ഒന്നും വേണ്ട എന്നാണ്. അയം വിശ്വോ സ്വയം പരാത്മാ പുരുഷ പുരാണ ഏകസ്വയം ജ്യോതിരനന്ദത്യാം മായാതനും ലോകവിമോഹനീയാം തത്തേ പരാനുഗ്രഹ ഏഷരാമ. ഭഗവാൻ ആരാലും വേദ്യനല്ല. അതാണ് അദ്വയൻ, ഏകൻ, അവ്യക്തൻ, അനാകുലൻ, വേദ്യനല്ലാരാലും എന്നാലും വേദാന്തവേദ്യൻ. ആർക്കും അറിയാവുന്നതല്ലെങ്കിലും വേദങ്ങളെ കൊണ്ടറിയാനായിട്ട് സാധിക്കും. പരമാത്മാവാണ്, പുരുഷനാണ്, പുരാണനാണ്, സ്വയം ജ്യോതിസോടുകൂടി വിളങ്ങുന്നവനും മായാതനും ലോകവിമോഹനീയാം. ലോകത്തെ മുഴുവനെ മോഹിപ്പിക്കുന്ന സ്വരൂപത്തോടു കൂടിയിട്ട് പരാനുഗ്രഹത്തിന് വേണ്ടിയിട്ടും മറ്റൊരാളുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും ലോക നന്മയ്ക്കായിട്ടും അവതരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അയം ചി വിശ്വോദ്ഭവ സംയമാന ഏകസ്വമായ ഗുണബിംബിതോയ വിരിഞ്ചി വിഷ്ണുശ്വരനാമമു ഭേദാൻ ദത്തേ സ്വതന്ത്ര പരിപൂർണ ആത്മാ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ മൂന്ന് ഭാവത്തിൽ ലോകത്തിൻ്റെ തെറ്റിത്തിഥി കർമ്മങ്ങൾ നിർവഹിക്കാനായിക്കൊണ്ട് ആയിത്തീർന്നത് ഈ രാമൻ തന്നെയാണ്, ഈ ഒരാൾ തന്നെയാണ് എന്നർത്ഥം. നമോസ്തുതേ രാമ തവാംഗ്രി പങ്കജം ശിയാധൃതം ഭക്ഷശിലാളിതം പ്രിയാൻ.
ഏതൊരു ഭഗവാന്റെ മാറത്താണ് ലക്ഷ്മി ഭഗവതി സദാ ഇരിക്കുന്നത്. ലക്ഷ്മി നിശങ്കലീലാനിലയനം, ലക്ഷ്മി ദേവിയുടെ വിളയാട്ടസ്ഥാനമായിരിക്കുന്നത്. ആക്രാന്തമേകേന ജഗത്രയം പുര, ഈ 3 ലോകത്തെ 2 അടി കൊണ്ട് അളന്നു. അതും ആക്രാന്തമേകേന ജഗത്രയം പുര, ലോകം മുഴുവൻ അല്ലേ അളന്നു. അങ്ങനെയുള്ള ധേയം മുനീന്ദ്രർ അഭിമാനവർജിതൈ, ആ പാദത്തെ മഹർഷിമാരും കൂടി സദാ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഗദാമാദിഭൂതത്വം ജഗത്തം ജഗദാശ്രയ സർവഭൂതേഷ്വ സംയുക്തം ദേഗോപാധി ഭവാൻ വരാം, ജഗത്തിൻ്റെ മുഴുവനും ഉൽപ്പത്തി സ്ഥാനമാണ് അങ്ങ്. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ, ജഗതാം ആദിഭൂതനായതും ഭവാനല്ലോ, സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ, നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. പിന്നെ കുറേ കൂടെ സ്തുതിക്കുക. എഴുത്തച്ഛൻ ഈ സ്തുതി തുടങ്ങിയാൽ പിന്നെ യാതൊരു നിയന്ത്രണവും ഇല്ലാണ്ട് എങ്ങനെയാണ് പോവും. അതാണ് അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ ഭജസാം, വിഷയമല്ലാതൊരാനന്ദമല്ലോ. ജഗദാമാദിഭൂതത്വം ജഗത്തം ജഗദാശ്രയ സർവഭൂതേഷു സംയുക്ത ഏകോപാധി ഭവാൻ പരാം. പിന്നെ പറഞ്ഞു തന്മായ മോഹിതദിയത്താൻ ന ജാനന്തി തത്വത, മായയിൽ മോഹിക്കപ്പെട്ടിട്ട് അവിടുത്തെ തത്വത്തെ സർവേശ്വര ആരും അറിയാതെ മാനുഷം ത്വം അഭിമന്യന്തേ, മനുഷ്യനായിട്ട് അങ്ങേ തെറ്റിദ്ധരിക്കുന്നു. അപ്പം സ്ത്രീയായിട്ടുള്ള ഞാൻ എങ്ങനെ അടുത്ത തത്വത്തെ യോഷിന്മൂടാകമജ്ഞാതേ തത്വം ജാനേ കഥം വിഭോ. കുന്തിദേവി ഇതേ സ്തുതിച്ചിട്ടുണ്ടല്ലേ, സ്ത്രീകളായിട്ടുള്ള എനിക്ക് മതാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയ. പിന്നെ സ്ത്രീകളായിട്ടുള്ള എനിക്ക് പറയണോ, അല്ലാത്തവർക്കും മുനീന്ദ്രന്മാർക്കും കൂടി അറിയില്ല. അപ്പോൾ അതാണ് വ്യാസനാണ് ഇതിൻ്റെ കർത്താവ് എന്ന് പറയുന്നതിനൊരു കാരണം. പല പ്രയോഗങ്ങളും സാമ്യമുണ്ട് ഭാഗവതമായിട്ട്. ആത്മീയയുടെ ഒരു രീതിയിലല്ല ഒന്നും കൊണ്ടുപോയിരിക്കണം. ഇതേ ശ്ലോകം കുന്തിസ്തുതിയിലുണ്ട്. കഥം പശ്യേമഹി സ്ത്രീയ. ഇവിടെ പറഞ്ഞിരിക്കണോ യോഷി സ്ത്രീകളായിട്ടുള്ള മുടകളായിട്ടുള്ള ഞങ്ങൾ എങ്ങനെയാണ് സർവേശ്വര അവിടുത്തെ മഹാത്മ്യമൊക്കെ ഞങ്ങൾക്ക് ചിന്തിച്ചെത്താവുന്ന തലത്തിലുള്ളതാണോന്ന് ചോദിക്കുകയാണ്. നമസ്തേ പുരുഷ അധ്യക്ഷ, നമസ്തേ ഭക്തവത്സല, നമസ്തേ ഋഷികേശ, നാരായണ നമോസ്തുതേ. അതിനൊരർത്ഥം പറച്ചിൽ ആവശ്യമില്ല. ഉണ്ടോ? ഭവയമേകം പാനുകോടി പ്രകാശം കരദൃത ശരചാപം കാളമേഘാവഭാസം കനകരുചിരവസ്ത്രം രത്നവത്കുണ്ടലാഢ്യം കമല വിശദനേത്രം സാനുജം രാമമീടെ. സ്വരൂപം വർണ്ണിച്ചിട്ട് ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് അങ്ങനെ പറഞ്ഞിട്ട് അവസാനിച്ചിരിക്കണം. കനകോജ്ജലരത്നകുണ്ടലാഞ്ചിതഗണ്ഡം കമലദളലോല വിമല വിലോചനം കമലോദ്ഭവനദം മനസാരാമമീടേ. കനകരുചിര ദിവ്യാംബരം രമാപരം കനകോജ്ജലരത്നകുണ്ടലാഞ്ചിതം ഗണ്ഡം. മനോഹരമായിട്ടുള്ള കുണ്ടലങ്ങൾ ഇതൊക്കെ അഴിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞു വനവാസത്തിന് പോയപ്പോഴേ. അപ്പോൾ എങ്ങനെ ഇതൊക്കെ ഉണ്ടായതൊരു ചോദ്യം ചിലർ എന്താ വെച്ചാൽ, ഭഗവാൻ വിചാരിച്ചാൽ എന്തും ഉണ്ടാക്കാനും പറ്റും ഇല്ലാണ്ടേക്കാനും പറ്റും. ഈ രൂപത്തിലാണ് അതിലേക്ക് കാണിച്ചു കൊടുത്തത് എന്നാണ്. അങ്ങനെയാവാലോ. അത് കഴിഞ്ഞാൽ ആഭരണങ്ങളില്ലാത്ത അവസ്ഥയാവും. ചിലപ്പോൾ അങ്ങനെ ദുഷ്ചോദ്യം ചോദിക്കും ചെല്ലേ, ഇതൊക്കെ അഴിച്ചു വെച്ചിട്ടുള്ള രാവനെ എങ്ങനെയാണ് കുണ്ടലധാരിയായത്, മരവരി എടുത്തിട്ടുള്ള ഭഗവാൻ എങ്ങനെയാണ് മഞ്ഞപ്പെട്ടുണ്ടായത് ചോദിക്കണം. നല്ല കുഴപ്പമൊന്നുമില്ല ചോദിച്ചതുകൊണ്ട്. ഉത്തരമുണ്ട്. എന്താ, ഭക്തന്മാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആ വേഷം ആക്കാൻ ഭഗവാന് വല്ല വിഷമമുണ്ടോ? നമ്മളെപ്പോലെ വല്ല മേക്കപ്പിൻ്റെ ആവശ്യമുണ്ടോ? ഒറ്റ സങ്കല്പം മതി, ഇതാ എന്നെ അങ്ങനെ കണ്ടോളൂ. ഭഗവാൻ ചതുർബാഹുവായിട്ട് പലർക്കും കാണിച്ചു കൊടുത്തു. ശ്രീകൃഷ്ണ അവതാരത്തിൽ ചതുർബാഹുവായിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ള എത്രയോ അവസരങ്ങളുണ്ട്. ബാക്കിയൊക്കെ 2 കൈയാണ്. അപ്പം എങ്ങനെയാണ് ബാഹുവാവുക പെട്ടെന്ന്? ഭഗവാൻ തൻ്റെ രൂപത്തെ മാറ്റാനൊന്നും ഒരു പ്രയാസമൊന്നുമില്ല. അതൊക്കെ അഴിച്ചു വയ്ക്കും വേണ്ട, കെട്ടിത്തൂക്കും വേണ്ട, രണ്ടും ആവശ്യമില്ല. അപ്പം അങ്ങനെ കണ്ടു. പ്രകാരമൊക്കെ അങ്ങനെ തുതിച്ചു എന്നാണ്. ആ സ്തുതി ഏതൊരാളൊക്കെ ചെല്ലുണ്ടോ, ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും ഐഹിക സൗഖ്യം മനുജന്മാർക്കു നൂനം. സ്തുതികൾക്കൊക്കെ ഉള്ളൊരു പ്രത്യേകത അതാണ്. അത് നമ്മൾ ആവർത്തിച്ച് ജപിക്കുക, എഴുതുക. മോക്ഷോ പരലോക സുഖവും മാത്രമല്ല, ഈ ലോകത്തിലുള്ള സുഖവും നമുക്ക് കിട്ടും. രാമായണമൊക്കെ എല്ലാവരും വായിക്കണതിൻ്റെ കാരണം എന്താ വെച്ചാൽ മോക്ഷം കിട്ടാൻ വേണ്ടി മാത്രമല്ല, അത് തന്നെ വന്നോളും. ഈ ലോകത്തിലത്തെ ദുഃഖങ്ങൾ തീരാനും. ബാലകാണ്ഡത്തിൻ്റെ പൊതുവെയുള്ള ഫലം കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവുക, വലച്ച കുട്ടികളില്ലാത്ത ദുഃഖം ഇല്ലാണ്ടാവുക എന്നാണ്. ദുഃഖം പിന്നെ ഉണ്ടാവില്ല.
ബാലകാന്ഡം വായിച്ചാൽ, അയോധ്യാകാന്ഡം വായിച്ചാൽ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള വിഷമങ്ങൾ നമുക്ക് കുറയുന്ന പറയുക. കിഷ്കിന്ധാകാന്ഡം വായിച്ചാൽ നഷ്ടപ്പെട്ട കാര്യങ്ങൾ തിരിച്ചു കിട്ടും എന്നാണ്. ഉദുഗീവന് കിട്ടിയല്ലോ രാജ്യം, ആ വക കാര്യങ്ങൾക്ക് എന്നാണ്. അങ്ങനെ ഓരോ കാണ്ഡത്തിനടക്കം ഓരോ ബലം ഉണ്ട് എന്നാണ് പറയുക. അപ്പോൾ അതാണ് ഇവിടെ ഐഹിക സുഖം കിട്ടും, മോക്ഷം മാത്രമല്ല. അതാണ് പറഞ്ഞ ഭക്തിയാനാഥനേ ഗതി സംവിധാനം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയെല്ലാവരും ഐഹിക സൗഖ്യം. ഈ ലോകത്തെ സുഖം ഉണ്ടാവുന്നത് വെറുതെ വാദം വരട്ടുവാദം മാത്രമല്ല, പലർക്കും അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഇല്ലേ, രാമായണം ഇങ്ങനെ പകുത്ത 9ാമത്തെ വരി വലത്ത് ഭാഗത്ത് ഇങ്ങനെ വായിച്ചാൽ അതിൽ പറയണ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നടക്കുമോ നടക്കില്ലേ നടക്കം പറഞ്ഞു തരും രാമായണം എന്നാണ്. അപ്പോൾ അതൊരു സിദ്ധിയാണ്. കാണാപ്പാടായവരുണ്ട്, രാമായണം മുഴുവൻ കാണാപ്പാടാക്കിയിട്ട് എന്തിനാ അത്രയും ബുദ്ധിമുട്ടിയതാക്കണത്? അതൊരു സിദ്ധിയാണ്. അത് തന്നെ. അപ്പോൾ അതാണ് നമ്മുടെ ഓരോ സ്തുതിയുടെയും ബലമൊക്കെ പറഞ്ഞത്. പിന്നെ അർത്ഥാർത്ഥി ജപിച്ച് ആർക്കാണോ ധനം വേണ്ടത് അതിനുണ്ടാവുക, വിഘ്നങ്ങളില്ലാത്തവർക്ക് ഇല്ലാണ്ടാവുക, അല്ലേ, രോഗമുള്ളവർക്ക് രോഗം മാറുക, മറ്റ് പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ളവർക്ക് അതൊക്കെ തീരുക. ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തിയാ ജപിച്ച അതരാൾ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. ഇതൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മോക്ഷം കിട്ടുമെന്ന് പറയണു. എത്ര ചീത്തയായാലും ഗുരുതൽപകൻ കനകസ്തേ, ഗുരുവിനെ ദ്രോഹിക്കുക, സ്വർണം മോഷ്ടിക്കുക, അതുപോലെ തന്നെ പശുവിനെ ഹത്യ ചെയ്യുക, ശിശുഹത്യ ചെയ്യുക, ഇതൊക്കെ പൊതുവേ പരിഹാരമില്ലാത്ത പാപമാണ്. എന്നാലും ഭക്തിയാ രാമായണം കൊണ്ട് ആ പാപവും പോവും ജപിക്കുകയാണെങ്കിൽ ഈ പാപമൊക്കെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് അതിനർത്ഥമില്ല. ഉണ്ടെങ്കിൽ അഥവാ വന്നു പെട്ടാൽ അതിൽ നിന്ന് മുക്തി കിട്ടാൻ രാമായണം നമ്മളെ സഹായിക്കുന്നേ അർത്ഥമുള്ളൂ. തലവേദന ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും അതിനുള്ള ഗുളിക കഴിക്കുമോ? ഉണ്ടായാൽ കഴിക്കും. 4 ഗുളിക കരുതി അയ്യോ തലവേദന വന്നില്ല കേട്ടോ, ഇതിപ്പോൾ വെറുതെ ആയില്ലേ, ഒരു തലവേദന വരുത്തുക, അതിനെന്താ വഴി? അതാരും ചിന്തിക്കില്ല, ഗുളിക അവിടെ ഇരിക്കും, അത്ര തന്നെ. അപ്പം ഇത് പാപം ചെയ്തിട്ട് കളയാനല്ല, അഥവാ ചെയ്യേണ്ടി വന്ന് പോയി പെട്ടാൽ അതിനുള്ള പരിഹാരം എന്നേ പറഞ്ഞുള്ളൂ. പാപത്തിനൊരിക്കലും അനുവാദമില്ല, അതിനുള്ള അനുവാദമല്ല രാമായണം. അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് തെറ്റാണ്, അല്ലേ? അത് ഭാഗവതത്തിനെ പറ്റിയിട്ടും പറയും അങ്ങനെ. അതിനുശേഷം വിശ്വാമിത്രൻ പറഞ്ഞു, ബാലകന്മാരെ പോകമിഥിലാപുരിക്ക് നാം കാലമം വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. ഇനി അധികം താമസിക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യണം? മിഥിലാപുരിയിലേക്ക് പോകണം എന്ന് പറയണം. അതുകൊണ്ട് ആ ശാപവും മഹാദേവ ശാപവും യാഗവും മഹാതേജ അത് രണ്ടും നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. യാഗവും മഹാദേവ ശാപവും കണ്ടു. പിന്നെ ത്രംബകം എന്ന പരമേശ്വരൻ കൊടുത്തതായിട്ടുള്ള വില്ല് നമുക്ക് കണ്ട് അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കാനുണ്ട് എന്നാണ്. ഏതായാലും അതിന് ഗംഗ കടക്കണം. ഗച്ഛാമോ അപൽസമിതിലാം ജനകേനാഭിപാലിതാം. അപ്പോൾ അവിടെ ആ നാവികന്മാർ ഗംഗ കടക്കാൻ വേണ്ടി തോണി കൊണ്ടുവരാൻ പറഞ്ഞു. അധ്യാത്മരാമായണ സംസ്കൃതത്തിൽ അവിടെ ഒരു ശ്ലോകം ഉണ്ട് കേട്ടോ, അധികം ഇതിലധികം ആശയം കാണാനില്ല. എന്താ ചോദിച്ചാൽ ഈ തോണി കടത്തണ ആൾ പറഞ്ഞു, ഭഗവാനെ അങ്ങ് എൻ്റെ തോണിയിലേക്ക് കയറാൻ വരട്ടെ, എങ്ങനെയൊക്കെ ഞാൻ കടത്താം, അതിന് മുമ്പേ കാലൊന്ന് കഴുകണം, അല്ലാതുണ്ടെങ്കിൽ അങ്ങയുടെ പാദം കൊണ്ടിട്ട് അഹല്യ ആയ പോലെ എൻ്റെ ഈ തോണി ഒരു സ്ത്രീ ആയാൽ എനിക്ക് കുടുംബഹാനി ഉണ്ടാവും. ഇപ്പം തന്നെ ഒരു ഭാര്യ എങ്ങനെ പോറ്റേണ്ടത് നിശ്ചയില്ലാണ്ടിരിക്കുകയാണ്. ഈ തോണി ഒരു സ്ത്രീയായി തീർന്നാൽ എൻ്റെ ജീവിതമാർഗവും മുടങ്ങും, ആ സ്ത്രീയെ ഞാൻ നോക്കേണ്ടിയും വരും. അതുകൊണ്ട് അങ്ങയുടെ കാലിൻ്റെ പൊടിക്കാണോ കുഴപ്പം എന്നാണ്? കാലിന് കുഴപ്പമൊന്നുമില്ല, അപ്പം അതൊന്ന് കഴുകിയിട്ട് ഞാനിതിൽ കയറ്റാം. ഒരു തമാശ പ്രയോഗിച്ചിരിക്കണത് ഇതിലില്ല, തർജ്ജമയിൽ കാണില്ല. എന്താ ശ്ലോകം? ക്ഷാളയാമി തവ പാദ പങ്കജം നാഥദാരുദുഷദോ കിമന്തരം മാനുഷീകരണ ചൂർണമർത്തിതേ പാദയോരിതി കഥാ പ്രധീയസി. കഥയൊക്കെ കേട്ടിരിക്കണു, ഏതൊരു പാദം കൊണ്ടാണ് എന്തെങ്കിലും തൊട്ടച്ചാൽ അതൊക്കെ സ്ത്രീയാവുമെന്ന്. അപ്പം അതുകൊണ്ട് ഈ വസ്തുക്കളെ സ്ത്രീകളാക്കാൻ അങ്ങയുടെ പൊടിക്ക് ഒരു കഴിവുണ്ടെങ്കിൽ ആ പൊടി ഞാൻ കളഞ്ഞിട്ട് എനിക്ക് കയറ്റാം. അവിടെ എന്താ അർത്ഥം? അദ്ദേഹത്തിന് ഭഗവാന്റെ പാദം ഒന്ന് കഴുകണം, അതിനൊരു അവസരം കിട്ടിയത് ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. അതൊരു തമാശയുടെ പ്രകടിപ്പിച്ചു. പാദത്തെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആവേശമോ ത്വരയുണ്ട്. അത്ര വേഗം ഭഗവത് പാദം കഴുകിയിട്ടുള്ള ആ തീർത്ഥമൊക്കെ തലയിൽ വഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന അവസരമാണോ അത്? പാദാംബുജം തേ വിമലം ഹി കൃത്വ പശ്ചാത്തരം തീരമഹം മയാമി. പാദത്തെ കഴുകിയതിന് ശേഷം ഞാൻ ഗംഗയുടെ അക്കരയിലേക്ക് തീർച്ചയായിട്ടും അങ്ങയെ കിടത്താം എന്നങ്ങനെ പറഞ്ഞ കാലൊക്കെ കഴുകി ആ ഗംഗയിലേക്ക് ആ തോണിയിലേക്കാണ് കഴുകി കയറി അപ്പുറത്തേക്കാണ് കിടക്കുകയാണ്. അങ്ങനെ നടന്ന് മിഥിലാപുരിയിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. അവിടെ വിശ്വാമിത്രൻ
രണ്ട് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ജനക മഹാരാജാവിനുണ്ടായിട്ടുള്ളൊരു അത്ഭുതം. ആരാ ഇപ്പം ഈ രണ്ട് കുട്ടികൾ? എന്താ അവരുടെ ഒരു തേജസ് കണ്ടോ? നരനാരായണന്മാരാണോ കൃഷ്ണാർജുനന്മാരാണോ എന്നൊക്കെ സംശയിച്ചവരിങ്ങനെ നോക്കുകയാണ്. ഏതാണ് ഈ രണ്ട് കുട്ടികൾ എന്ന് എത്രയിട്ട് അവർക്ക് കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗതേക സുന്ദരന്മാരാം ഇവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ടേ ആനന്ദം ഇങ്ങനെ കവിഞ്ഞൊഴുകുക ജനകന്. ആരാ മഹർഷി ഈ രണ്ടാൾക്കാർ എന്നങ്ങനെ പറഞ്ഞു. വേഗം അവരുടെ അപദാനങ്ങളൊക്കെ വാഴ്ത്തി വിശ്വസിച്ചാലും മമവാക്യം നീ നരപതേ വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ. ശ്രീരാമൻ അനുജേഷ്ഠൻ മൂന്നാമത്തെ ആളാണ് ലക്ഷ്മണൻ അനുജൻ. ദശരഥ മക്കളാണ് ഇവർ എന്ന് പറയുകയാണ്. പിന്നെ അവരുടെ അപദാനങ്ങൾ യാഗൻ എൻ്റെ രക്ഷിച്ചു തന്നു. അവർ താടകയെ വധിച്ചിരിക്കണു. ഈ രാമൻ സുബാഹുവിനെ വധിച്ചു, മാരീചനെ ഓടിച്ചു. അവിടെ വിശ്വാമിത്രൻ്റെ കുറേ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജനകൻ. രാമ, മഹാഭാഗ്യമാണ് അങ്ങേക്ക് ഈ ഗുരുനാഥനെ കിട്ടിയത്. ഈ വിശ്വാമിത്രൻ ആരാ നിശ്ചയുണ്ടോ എന്നങ്ങോട്ട് പറഞ്ഞു തുടങ്ങി ജനകൻ. കുറേ സർഗങ്ങൾ ബ്രഹ്മർഷി പ്രാപ്തി നേടാൻ മെനക്കെട്ട പാട്, ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് ആക്കാൻ വിശ്വാമിത്രൻ ചെയ്ത പ്രയത്നം, കഥകളാണതൊക്കെ. ഒരുപാട് കഥകളുണ്ട് എന്നാണ്. വസിഷ്ഠൻ തടഞ്ഞു. കാരണം ത്രിശങ്കു ചണ്ടാളനായിരുന്നു. ആ ചണ്ടാളനെ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് കയറ്റുക? വിശ്വാമിത്രൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല, കയറ്റിയേ പറ്റൂ, ഞാൻ വാക്ക് കൊടുത്തു എന്നായി. അത് ഞാൻ തടയും എന്നായി. ഇന്ദ്രനും വസിഷ്ഠനും ഒരു ഭാഗത്തായി. ഇങ്ങനത്തെ ആൾക്കാരെയൊന്നും ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. വിശ്വാമിത്രൻ തൻ്റെ ശക്തി കൊണ്ടൊരു സ്വർഗം വേറെ ഉണ്ടാക്കി. എന്താ അതൊക്കെ? എളുപ്പത്തിൽ ആർക്കെങ്കിലും ലോകത്തിൽ കഴിയും ഇതിനൊക്കെ. എന്നാൽ നിങ്ങൾക്ക് മാത്രം നല്ല സ്വർഗം ഉണ്ടാക്കാൻ വയ്ക്കൂ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും ആ തെക്ക് ഭാഗത്ത് അവിടെ കുറച്ച് നക്ഷത്രങ്ങൾ തല കീഴായിട്ട് നിൽക്കണ ഒരാളുടെ പോലെ കാണാവുന്നതാണ്. അതൊക്കെ ശരിയാണെന്ന് വെച്ചാൽ എന്താ അതിശയമാണ്, ആലോചിച്ച് നോക്കൂ. ത്രിശങ്കു തല കീഴായിട്ട് കീഴ്പ്പെട്ട അയച്ചു ഇന്ദ്രൻ. ഇങ്ങോട്ട് പറ്റില്ല പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ ആക്കി വിശ്വാമിത്രൻ. അപ്പം തല കീഴായിട്ട് നിൽക്കണോണ്ടാണ് ത്രിശങ്കു സ്വർഗം എന്ന് എന്താണ് വേണ്ടത് നിശ്ചയില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ പറയണത്. അങ്ങനെ മേനക മുടക്കിയതും രംഭ മുടക്കിയതും രാജർഷി പദവി കൊടുത്തിട്ടും അത് പോരാന്ന് പറഞ്ഞിട്ടും തപസ് ചെയ്തിട്ടും വിശ്വാമിത്രൻ്റെ ഒരുപാട് കഥകൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ജനക മഹാരാജാവ്. ചില്ലറക്കാരനല്ല. ഈ ബ്രഹ്മർഷി പ്രാപ്തി കിട്ടിയത് അത്ര ചെറിയ സംഗതികളെ കൊണ്ടൊന്നുമല്ല. വസിഷ്ഠാശ്രമത്തിൽ വെച്ചിട്ട് ചക്രവർത്തി ക്ഷത്രിയനുമായിരുന്നു വിശ്വാമിത്രൻ. തപശക്തിയാണ് മീതേ എന്ന് കണ്ടറിഞ്ഞ് ചെങ്കോലും കിരീടം അഴിച്ച് അവിടെ വെച്ച ആളാണ്. എന്നിട്ട് തപശക്തി ബ്രഹ്മർഷിയായ ആളാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വാമിത്രൻ്റെ മഹാത്മ്യം കുറേ കഥയിൽ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിശ്വാമിത്രൻ തന്നെ കുറേ കഥകളെ അവിടെ പറഞ്ഞു കൊടുത്തു. കാട്ടിൽ ജനക മഹാരാജാവിൻ്റെ അവിടെ വെച്ചിട്ട് കുറച്ച് കഥകൾ ആഖ്യാനം ചെയ്തു കൊടുത്തു എന്നങ്ങനെ പറഞ്ഞ് എന്തായാലും ആ പാരമേശ്വരമായിരിക്കുന്ന ചാപത്തെ ഒന്ന് കാണാൻ, പാരമേശ്വരമായ ചാപത്തെ കാണാനുള്ളിൽ പാരം ആഗ്രഹമുണ്ടു നീ അത് കാട്ടിയിടേണം. ജനകരോട് പറയണം, ആ ബില്ല് ഒന്ന് ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം എന്നും പറഞ്ഞ് മന്ത്രിമാരെ വിളിച്ചു. ധാരാളം ആൾക്കാർ, ഇവിടെ കുറേ സംഖ്യയൊക്കെ വരണ്ട, 5000 ആൾക്കാർ, എത്ര ആൾക്കാരായിക്കോട്ടെ. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഒരാളല്ല എടുത്തിട്ടുള്ളൂ. ഒരാൾക്ക് പൊന്തിക്കാവുന്നതല്ലാത്തതുകൊണ്ട് വളരെ പേരെടുത്ത ആ വില്ല് ത്രയംബകം പട്ടൊക്കെ വിരിച്ച് വളരെ പൂജ കാര്യങ്ങളൊക്കെ കാണിച്ച് കരുതിയിരിക്കുകയായിരുന്നു. അത് അവിടെ ഇങ്ങോട്ട് ചോദിച്ചു. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിത് കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനനെ നന്ദനയ്ക്കെന്നു നൂനം. എന്തേ മകളായിരിക്കുന്ന സീതയ്ക്ക് ആരാണോ ഈ വില്ല് എടുത്ത് മോട്ടിക്കുന്നത്, വില്ലെടുത്ത് കൊലയ്ക്കുന്നത്, അവർ എൻ്റെ പുത്രിയുടെ ഭർത്താവായിട്ട് തീരും. പഴയ നാരദൻ പറഞ്ഞ കാര്യമൊക്കെയാണ് പറഞ്ഞു കൊടുത്തു. ഉഴവ് ചാലിൽ നിന്ന് കിട്ടിയതാണ് എന്നും ഏതൊരാളാണ്, അതായത് പരമേശ്വര രാമൻ തന്നെ ആയിരിക്കും വില്ലെടുത്ത് കൊലയ്ക്കുക സൂചന നാരദൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ആ വില്ല് അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അല്ലേ, വില്ലെടുക്കാമോ കുലയ്ക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാകാം.
ആകുന്നത് ചെയ്താലും എല്ലാവാം. അതിനെന്നെയാണത് കൊടുന്നു എത്തിക്കുന്നത്. അതുകൊണ്ട് രാമ ചെയ്താലും കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. മംഗളം ഉണ്ടാവുന്നു ആവാം, വിവാഹം എന്നുള്ള അർത്ഥത്തിലും ആവാം, കല്യാണം ഉണ്ടാവും എന്നാണ്. വേഗം ആ വില്ലുങ്ങളെടുത്ത് വളരെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം. പരമതി ആൾക്കാരെടുത്തിട്ട് പരാജയപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം വളരെ വേഗം രാമൻ നിർവഹിച്ചിരിക്കണു. ഈ 7 ലോകങ്ങളുമൊന്നു മാറ്റലി കൊണ്ട് വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും. രാജാക്കന്മാരൊക്കെ വളരെ കേട്ടിട്ട് അത് നടുങ്ങി എന്ന് പറയാണ്. അടുങ്ങി ആ ശബ്ദം കേട്ടിട്ട്, വളരെ ശക്തമായിട്ടുള്ള ശബ്ദം, ഉരകങ്ങളെ പോലെ. ഉരകങ്ങളൊക്കെ എന്തെങ്കിലും കേട്ടാൽ ഒരു നടുക്കുണ്ടാവും എന്ന പോലെ വൻപിച്ച ശബ്ദം കേട്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഇത്ര ചെറിയ കുമാരന്മാർക്ക് ഇതൊക്കെ സാധിച്ചത്? ഏതായാലും ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ. ഉരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. ഇപ്പം തൻ്റെ പരിണയം ചെയ്യാനുള്ള ആളാണ് എത്തിയിരിക്കുന്നത് എന്ന് സീത ഉൾക്കൊണ്ടു. കാരണം അവർക്കാണ് കൊടുക്കാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര നല്ല വാക്കുകളാണ് പിന്നെ പറഞ്ഞിരിക്കണം. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി, സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ, സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ. നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിയിടിനാൾ. 2 മാലയത്രേ സീത അണിഞ്ഞത്. ഒന്ന് തൻ്റെ കണ്ണോണ്ടുള്ള മാല, അടിമുടി നല്ലോണം ഒന്നാട് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഇതന്നെയാണ് തൻ്റെ ആള്. നല്ലോണം ഒന്ന് പുഞ്ചിരിച്ച് തല താഴ്ത്തി, അങ്ങനെയാണല്ലോ ലജ്ജിയുണ്ടായിട്ട് പുഞ്ചിരിച്ചാൽ ഇഷ്ടപ്പെട്ടു, നഷ്ടപ്പെട്ടാലും അങ്ങനെ ചെയ്യാം. തനിക്ക് പറ്റിയിട്ടുള്ള അടിമുടി അങ്ങനെ നോക്കിയിട്ടോ. പിന്നാലെ വരണമാലയും ഇട്ടിയിടിനാൾ. വരണമാലയൊക്കെ ഇങ്ങോട്ട് അണിഞ്ഞു. അങ്ങനെ അധികം താമസിക്കാണ്ട് പറഞ്ഞു, 4 കന്യകമാരുണ്ട് എനിക്ക് കൊടുപ്പാനായി ഇല്ലേ. പിന്നെ അധികം താമസത്തിന് ദശരഥനെ ഇവരെ അറിയിക്കുകയാണ്. ദശരഥൻ വന്നു, വളരെ സന്തോഷമായി. ജനക മാഹാത്മ്യം വംശം വർണ്ണിക്കുന്നുണ്ട് അവിടെ. ജനകൻ്റെ വംശം വളരെ നല്ലതാണ്, ദശരഥൻ്റെ വംശവും ചേർച്ച. അപ്പോൾ ചേർച്ചയുള്ള വംശങ്ങൾ തമ്മിലല്ലേ ചേരേണ്ടത്. അത് വിധിപ്രകാരം മന്ത്രങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ആ വിവാഹം രാമൻ്റെ കൈ സീതയുടെ കയ്യിലോട് ചേർത്ത് വെച്ച് മന്ത്രവും പാണിഗ്രഹണ മന്ത്രങ്ങളും എല്ലാം ചെയ്തു. 4 കന്യകമാരുണ്ട് എനിക്ക് കൊടുപ്പാനായി. മാണ്ഡവി, ശുതകീർത്തി, ഊർമിള മുതലായിട്ടൊരു ലക്ഷ്മണവ്രതന്മാർക്കും കൊടുത്ത ധാരാളം സ്ത്രീധനം ജനകം കൊടുത്തിട്ടുണ്ട്. സ്ത്രീക്ക് കൂടെ കൊടുക്കുന്നതായിട്ട് രത്നമായിട്ടും തൊർണായിട്ടും ദാസിമാരായിട്ടും അങ്ങനെ ആന, കുതിര മുതലായിട്ടുള്ളതൊക്കെ വന്നിട്ട് ധാരാളം തിരിച്ച് അവർ അയോധ്യയിലേക്ക് മടങ്ങുകയാണ്. ആ മടങ്ങണേൻ്റെ വഴിക്കാണ് പരശുരാമനെ കാണുന്നതും പരശുരാമൻ്റെ സ്തുതി മുതലായിട്ടുള്ള കാര്യങ്ങൾ. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം നേതത്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.